മാറ്റമില്ലാത്തതായി ഒന്നേയുള്ളൂ. അത് മാറ്റം മാത്രമാണ് എന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കാറുണ്ട്. കാലം അതിൻ്റെ ഗതിയിൽ പലരെയും മായ്ച്ചു കളയുമ്പോൾ സ്വന്തം വിയർപ്പും അധ്വാനവും കൊണ്ട് ചരിത്രത്തിൽ സ്വന്തമായി ഒരിടം വെട്ടിപ്പിടിച്ച ചിലരുണ്ട്. അവർ വെറും വിജയികളല്ല, മറിച്ച് തങ്ങളുടെ വ്യക്തിത്വം കൊണ്ട് മറ്റുള്ളവരുടെ ആദരവ് നേടിയെടുത്തവരാണ്. ക്രിക്കറ്റ് മൈതാനത്തെ ആയുധം കൊണ്ട് കീഴടക്കിയ പോരാളിയായും എന്നാൽ ആ കളിയിലെ മാന്യത ഒട്ടും ചോരാതെ കാത്തുസൂക്ഷിച്ച ഒരു മനുഷ്യനായും ലോകം ഒരാളെ ഇന്നും നെഞ്ചേറ്റുന്നു. അതാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ ആദം ഗിൽക്രിസ്റ്റ്. 1971 നവംബർ 14 ന്യൂ സൗത്ത് വെയിൽസിലെ മണ്ണിൽ ആ സൂര്യൻ ഉദിച്ചു. വിൻസ്റ്റൺ എന്നും ചർച്ച് എന്നും ഗില്ലി എന്നുമൊക്കെയുള്ള വിളിപ്പേരുകൾക്ക് പിന്നിൽ കളിക്കളത്തിലും പുറത്തും എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു പയ്യനുണ്ടായിരുന്നു. സ്കൂൾ പഠനകാലത്ത് തന്നെ ക്രിക്കറ്റിലെ തൻ്റെ മികവ് തെളിയിച്ച ഗില്ലിക്ക് തൻ്റെ 13-ാം വയസ്സിൽ ലിസ്മോറിലേക്ക് താമസം മാറേണ്ടി വന്നത് ഒരു വലിയ വഴിത്തിരിവായി. പുതിയ അന്തരീക്ഷം, പുതിയ മൈതാനങ്ങൾ, പക്ഷേ ക്രിക്കറ്റിനോടുള്ള ആവേശത്തിന് മാറ്റമൊന്നുമുണ്ടായില്ല. മണിക്കൂറുകളോളം നെറ്റ്സിൽ പരിശീലനം നടത്തി തൻ്റെ ബാറ്റിങ്ങിന് അദ്ദേഹം തേച്ചുമിനുക്കി. പലപ്പോഴും ജീവിതത്തിലെ വലിയ വിജയങ്ങൾ ചെറിയ തിരിച്ചറിവുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 1989 ലണ്ടനിലെ റിച്ച്മൗണ്ട് ക്രിക്കറ്റ് ക്ലബ്ബിൽ നിന്ന് ലഭിച്ച സ്കോളർഷിപ്പ് ഗിൽക്രിസ്റ്റിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി. അവിടെ നിന്ന് ആഭ്യന്തര ക്രിക്കറ്റിലേക്കുള്ള യാത്ര ദൂരമേറിയതായിരുന്നു. 1992 ന്യൂ സൗത്ത് വെയിൽസിന് വേണ്ടി അരങ്ങേറിയെങ്കിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് മാറിയതാണ് അദ്ദേഹത്തിന് തൻ്റെ രണ്ടാമത്തെ കഴിവായ വിക്കറ്റ് കീപ്പിംഗ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അവസരം നൽകിയത്. ഒരു സീസണിൽ 55 ഡിസ്മിസലുകൾ എന്ന റെക്കോർഡ് കുറിച്ചുകൊണ്ട് ഗില്ലി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള പ്രവേശനം അത്ര സുഗമമായിരുന്നില്ല. 1996 അരങ്ങേറ്റ മത്സരത്തിൽ വെറും 18 റൺസിന് പുറത്തായ ഗില്ലിയെ ടീമിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ തോൽക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. 1997 വീണ്ടും അവസരം ലഭിച്ചപ്പോൾ 8-ാം നമ്പറിലോ 7-ാം നമ്പറിലോ ബാറ്റ് ചെയ്യുന്ന വിക്കറ്റ് കീപ്പർ എന്ന പതിവ് രീതിയെ അദ്ദേഹം പൊളിച്ചെഴുതി. അന്നത്തെ നായകൻ സ്റ്റീവോ ഗിൽക്രിസ്റ്റിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഉയർത്തിയത് ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നീക്കങ്ങളിൽ ഒന്നായി മാറി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഓപ്പണറായി ഇറങ്ങി നേടിയ ആ സെഞ്ചുറി ലോക ക്രിക്കറ്റിലെ വിക്കറ്റ് കീപ്പർമാരുടെ നിർവചനം തന്നെ മാറ്റിമറിച്ചു. ഗിൽക്രിസ്റ്റിനെ ഒരു ഇതിഹാസമാകുന്നത് അദ്ദേഹത്തിൻ്റെ റൺസുകൾ മാത്രമല്ല, മറിച്ച് ആ കളിയിൽ അദ്ദേഹം പുലർത്തിയ മാന്യത കൂടിയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 2003 ലോകകപ്പ് സെമിഫൈനൽ. ശ്രീലങ്കൻ ബൗളർ അരവിന്ദ് ഡിസിൽവയുടെ പന്ത് ഗില്ലിയുടെ ബാറ്റിൻ്റെ അരികിൽ തട്ടി സംഘക്കാരുടെ കൈകളിലെത്തിയപ്പോൾ അമ്പയർ ഔട്ട് നൽകിയില്ല. എന്നാൽ അമ്പയറുടെ വിരൽ ഉയരുന്നതിനായി കാത്തു നിൽക്കാതെ താൻ ഔട്ടാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് ഗിൽക്രിസ്റ്റ് ക്രീസ് വിട്ട് പവലിയിലേക്ക് നടന്നു. ലോകകപ്പ് സെമിഫൈനൽ പോലെ വലിയൊരു വേദിയിൽ അത്തരം ഒരു കായിക മര്യാദ കാണിക്കാൻ ലോകത്ത് ഗിൽക്രിസ്റ്റിന് മാത്രമേ സാധിക്കൂ എന്ന് അന്ന് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം പറഞ്ഞു. 2007 ലോകകപ്പ് ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ അദ്ദേഹം കാഴ്ചവെച്ച പ്രകടനം ആർക്കും മറക്കാനാവില്ല. 149 റൺസ് അടിച്ചുകൂട്ടിയ ഗില്ലിയുടെ ഗ്ലൗസിനുള്ളിൽ ഒരു സ്ക്വാഷ് ബോൾ ഉണ്ടായിരുന്നു എന്നത് പിന്നീട് വലിയ ചർച്ചയായി. മികച്ച ഗ്രിപ്പിനു വേണ്ടി അദ്ദേഹം ചെയ്ത പരീക്ഷണം നിയമവിരുദ്ധമല്ല എന്ന് ICC വിധിച്ചു. തൻ്റെ ബാറ്റിങ്ങിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ അദ്ദേഹം നടത്തിയ ആ സാങ്കേതിക വിദ്യ അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ അടയാളമായിരുന്നു. തുടർച്ചയായ 3 ലോകകപ്പ് വിജയങ്ങളിൽ പങ്കാളിയാകുക എന്നത് ഏതൊരു ക്രിക്കറ്ററുടെയും സ്വപ്നമാണ്. 2008 കരിയറിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വിരമിക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി കെവിൻ റൂഡ് പോലും ആ തീരുമാനം മാറ്റണമെന്ന് ഗില്ലിയോട് അപേക്ഷിച്ചിരുന്നു. പക്ഷേ തൻ്റെ സമയം കഴിഞ്ഞു എന്ന് ബോധ്യമുള്ളപ്പോൾ കളം വിടുന്നതാണ് മാന്യത എന്ന് അദ്ദേഹം കരുതി. വിരമിക്കലിന് ശേഷം IPL ഡെക്കാൻ ചാർജേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചുകൊണ്ട് തൻ്റെ നായക പാഠവും അദ്ദേഹം തെളിയിച്ചു. ഇന്ന് ക്രിക്കറ്റ് കമൻറ്റേറ്ററായും വിദഗ്ധനായും പ്രവർത്തിക്കുമ്പോഴും ഗിൽക്രിസ്റ്റ് എന്ന പേര് കേൾക്കുമ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും ഉള്ളിൽ തെളിയുന്നത് വെളുത്ത വസ്ത്രമണിഞ്ഞ, മുഖത്തെപ്പോഴും പുഞ്ചിരിയുള്ള, പന്ത് അതിർത്തി കടത്താൻ യാതൊരു ദയയും കാണിക്കാത്ത, എന്നാൽ ഔട്ടാണെന്ന് തോന്നുമ്പോൾ തലതാഴ്ത്തി നടന്നു പോകുന്ന ആ മാന്യനായ മനുഷ്യനെയാണ്. ക്രിക്കറ്റിലെ കളിക്കാരെ ലോകം ഓർമ്മിച്ചേക്കാം, പക്ഷേ ആദം ഗിൽക്രിസ്റ്റിനെ ലോകം എന്നെന്നും ബഹുമാനിക്കും.